പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. കാര്യപ്രാപ്തിയുള്ള സത്യസന്ധനായ ഒരാരോഗ്യമന്ത്രിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ശ്രീ കെ മുരളീധരൻ. അദ്ദേഹത്തിന് പാര വയ്ക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ശ്രമിച്ചു. കോഴിക്കോട്ട് ഒരാൾക്ക് നിപ്പ സ്ഥിരീകരിച്ചു എന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വിവരം കിട്ടിയിട്ടും 6 മണി വരെ മന്ത്രിയെ അറിയിച്ചില്ല. അതിനിടയിൽ മന്ത്രിയോടൊപ്പം പത്രസമ്മേളനത്തിലൊക്കെ പങ്കെടുത്തതാണ് ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ. സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയാനിടയായി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ മിണ്ടിയില്ല. പത്രക്കാരോടൊക്കെ നേരത്തെ തന്നെ പറയുകയും ചെയ്തു. അങ്ങനെ ആരോഗ്യമന്ത്രിക്ക് പാര വെച്ച ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഔട്ടായി. മന്ത്രി ഒരു കടലാസ് കഷ്ണം കൊണ്ട് ചെവിക്ക് കൂട്ടിപ്പിടിച്ച് പുറത്തിട്ടു. അത് വലിയ ബഹളമായി. അവരങ്ങനെ മാറ്റിയത് ശരിയായില്ല, അത് പുതിയ സർക്കാരിൻ്റെ ജനവിരുദ്ധമായ ആരോഗ്യവിരുദ്ധമായ പ്രവർത്തനമാണ് എന്നൊക്കെ പുറത്ത് നിൽക്കുന്ന മരുന്ന് മാഫിയ, ഫാർമസ്യൂട്ടിക്കൽ മാഫിയ കോലാഹലമുണ്ടാക്കുന്നുണ്ട്. അതിൽ മരുന്ന് മാഫിയയുടെ പ്രധാന ഏജൻ്റായി കേരളത്തിലുള്ള മുൻ ആരോഗ്യ മന്ത്രിമാരിൽ ഒരാൾ, ഒരു ഭയങ്കര പേരെടുത്ത അന്താരാഷ്ട്ര മരുന്ന് മാഫിയയുടെ അംഗീകാരം കിട്ടിയ ഒരു മന്ത്രിനി കൂടെ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രി അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാനൊന്ന് പറയുകയാണ്. ആരോഗ്യവകുപ്പ് വൈതാളികരുടെ കയ്യിലാണ്. ആ വകുപ്പിന് ചുറ്റും വലയം തീർത്ത് മരുന്ന് മാഫിയയുണ്ട്. അവരുടെ ഏജന്റുമാരാണ് നല്ലൊരു ശതമാനം ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മേലേക്കിടയിലുള്ളത്. ഇതൊരു കുഞ്ഞിപ്പാര, ഇപ്പം വെച്ചതൊരു കുഞ്ഞിപ്പാര. സർക്കാർ വന്നിട്ട് വെറും 1 മാസം പോലും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ സർക്കാരിന് തലവേദനകൾ ഉണ്ടാക്കാൻ അവർ തുടങ്ങി. പൊതുജന മധ്യത്തിൽ ആരോഗ്യമന്ത്രിയെയും സത്യസന്ധരായ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. പരീക്ഷണാർത്ഥം ആദ്യത്തെ ഡോസാണ് നിപ്പ, പിന്നെ ഷിഗല്ല വന്നു. വാസ്തവത്തിൽ ക്വാറന്റൈനൊക്കെ വെച്ച് മുമ്പത്തെ മന്ത്രിമാരിരുന്ന സമയത്തെ പോലെ ഒരു ഉഷാറുണ്ടാകണില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞു ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ക്വാറന്റൈനൊന്നും പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. നിപ്പ തന്നെ തട്ടിപ്പാണോ ഇല്ലയോ എന്നുള്ളൊരു സംശയം നമ്മുടെ ആരോഗ്യമന്ത്രിക്കുണ്ട് എന്നതാണ് എൻ്റെ ബലമായ വിശ്വാസം. അല്ലായെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഇതിനു മുമ്പിരുന്ന മന്ത്രിമാരുടെ ഒരു 10 കൊല്ലം ആയുള്ളൂ ഇത്തരത്തിലുള്ള നാടകങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഭീകരമായിട്ട്. അവരുടെ കാലത്ത് അവർ ചെയ്തു കൂട്ടിയതുപോലെ ക്വാറന്റൈൻ പ്രഖ്യാപിച്ച് ഓരോ പ്രദേശവും ചങ്ങലയിട്ട് പൂട്ടി പോലീസിനെ കാവൽ നിർത്തി മൊത്തം ജനങ്ങളെയും രോഗത്തിൻ്റെ പേരിൽ ശിക്ഷിക്കുമായിരുന്നു. രോഗം ഒരു ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുകയാണെന്ന് അവരങ്ങനെ മാറ്റി. കോവിഡോടുകൂടി മരുന്ന് മാഫിയ അത് ലോകമൊട്ടാകെ ഒരു നിയമമാക്കി. പക്ഷെ നമ്മുടെ ആരോഗ്യമന്ത്രി പറഞ്ഞു ക്വാറന്റൈനിൻ്റെ ആവശ്യമില്ല. നിപ്പ പിടിച്ചു ഗുരുതരാവസ്ഥയിലായി എന്ന് പറയുന്ന ആളുടെ ഏറ്റവും അടുത്ത് നിന്നിരുന്നവർക്ക് പോലും ഒരു കുഴപ്പമില്ല, അവരെല്ലാം നെഗറ്റീവാണ്. പിന്നെ റൂട്ട് മാപ്പ് ഉണ്ടാക്കി അയാൾ പോയ വഴി, അയാൾ കണ്ട വഴി, അയാൾ കേട്ട വഴി എല്ലാം ബ്ലോക്ക് ചെയ്യണ്ടേ, അവിടുത്തെ ആളുകളെ മുഴുവൻ തടവിലാക്കണ്ടേ? അതും ചെയ്യണില്ല. അപ്പോൾ ആരോഗ്യമന്ത്രിയുടെ നിപ്പ പ്രോട്ടോക്കോൾ പാലിപ്പിക്കൽ വേണ്ടത്ര ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കോലാഹലമാണ്. ആരോഗ്യമന്ത്രി കോഴിക്കോട് പോയി താമസിക്കുന്നില്ല, അവിടെ നിന്ന് ഇത് എന്ത് കാര്യത്തിനാണ് ആരോഗ്യമന്ത്രി അവിടെ പോയി നിന്നിട്ട്? അത് എവിടെ ഇരുന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും.
അതിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് ഇക്ഷ പിടിച്ചു. അമേരിക്കയിൽ ഇരുന്നിട്ട് പിണറായി വിജയൻ കേരളത്തിലെ ക്യാബിനറ്റ് മീറ്റിംഗ് അധ്യക്ഷത വഹിച്ചു, നടത്തിച്ചു. അദ്ദേഹം നടത്തി. കേരളത്തിലെ കാര്യങ്ങൾ മുഴുവൻ അവിടെ പോയിരുന്നിട്ട് ചെയ്തു. വേറൊരാൾക്ക് ചാർജ് പോലും കൊടുക്കാണ്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ മാറിക്കൊടുത്തില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടായിരിക്കാം ആർക്കും ചാർജൊന്നും കൊടുത്തില്ല. പിന്നെയാണോ കേരളത്തിലെ കാര്യം, കോഴിക്കോട്ടെ കാര്യം കേരളത്തിലെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ഇരുന്ന്, അതുമല്ല അവിടെ തങ്ങളുടെ തരത്തിലുള്ള ഒരു ഗുരുതരാവസ്ഥയോ ഈ പേരെടുക്കാൻ വേണ്ടിയിട്ട് ദിവസവും ആരോഗ്യ പത്രസമ്മേളനം നടത്തി, അതിനു മാത്രം പത്രസമ്മേളനം നടത്തി. അങ്ങനെയുള്ള ഈ ചീപ്പ് പോപ്പുലാരിറ്റിയുടെ ശ്രമങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ആവശ്യവും ഇല്ല. കാരണം അല്ലാതെ തന്നെ നല്ല പേരുള്ള ഒരാളാണ്. അദ്ദേഹവും അത് പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾ അങ്ങനെയൊന്നും പേടിപ്പിക്കാൻ നോക്കണ്ട, ഇതിനേക്കാളും വലുത് കണ്ടിട്ടുള്ളവനാണ് ഞാൻ. ഏതായാലും ഇതുപോലെ ചങ്കൂറ്റമുള്ള ഒരു ആരോഗ്യമന്ത്രിയെ കിട്ടിയത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമാണ് എന്നാണ് എനിക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. ഇനി അങ്ങോട്ട് അദ്ദേഹം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് നോക്കി ഈ അഭിപ്രായത്തിൽ മാറ്റമുണ്ടെങ്കിൽ ഞാൻ മാറ്റിക്കോളാം. ഏതായാലും ആരോഗ്യമന്ത്രിയോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഇവരിങ്ങനെ ചെണ്ട കൊട്ടി ഓരോരോ രോഗങ്ങളുമായിട്ട് ചാടിയിറങ്ങും. അതിൽ ആവശ്യത്തിനുള്ള ജാഗ്രത വേണം. അത് ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതയും വേണം. ആരോഗ്യവകുപ്പ് പറയുന്നതല്ലാത്ത മറ്റൊരു രീതിയിലുള്ള വളരെ കൂടിയ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒരാളാണ് ഞാൻ. ആരോഗ്യവകുപ്പ് മരുന്ന് കഴിക്കുക, വാക്സിൻ എടുക്കുക, പുറത്തിറങ്ങാതിരിക്കുക, പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ക്ലോറിനിട്ട വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് പഴകിയ ഭക്ഷണം കഴിക്കരുത്, വറുത്തു മൊരിച്ചത്, എണ്ണയിൽ വറുത്തു മൊരിച്ചത് കഴിക്കരുത്, പാക്കറ്റിൽ വരുന്ന ഭക്ഷണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, കൂടുതൽ കരുത്തോടെയുള്ള ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള, പക്ഷെ അതിന് കച്ചവട താല്പര്യം ഇല്ലയെന്ന് മാത്രമല്ല, നിലവിൽ കച്ചവട താല്പര്യത്തിനെതിരാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഈ മാഫിയയ്ക്ക് എന്നോട് ഇത്ര ദേഷ്യമുള്ളത്. ഉണ്ട് ആരോഗ്യമന്ത്രി തിരിച്ചറിയേണ്ടത്, ആര് ആരോഗ്യമന്ത്രിയായിരുന്നാലും അവരെ ചെണ്ട കൊട്ടിക്കാൻ ഈ മാഫിയ സംഘത്തിനറിയാം, മരുന്ന് മാഫിയയ്ക്കറിയാം, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിക്ക് അറിയാം. അവരുടെ കൂടെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ കൊണ്ടും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ടും അവരെയെല്ലാം ഉപയോഗിച്ച് എങ്ങനെയാണ് ആ രോഗത്തിന് വേണ്ട പ്രതിവിധികൾ, പ്രതിരോധം ഉയർത്താത്തത് കൊണ്ടാണ്, കൂടുതൽ കാശ് മുടക്കാത്തത് കൊണ്ടാണ്, കൂടുതൽ മരുന്നുകൾ വാങ്ങി വെക്കാത്തത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അതിനുവേണ്ടി കുറച്ചു പേരെ തട്ടാനും അവർ മടിക്കില്ല. അതുപോലെ കിരാതമായ ക്രൂരതയാർന്ന ചെയ്തികളാണ് ഈ മരുന്ന് മാഫിയയുടെ കയ്യിലുള്ളത്. അവർ ജനങ്ങളെ മനഃപൂർവ്വം രോഗികളാക്കി മരുന്ന് വിൽക്കുന്നവരാണ്, വാക്സിനുകൾ വിൽക്കുന്നവരാണ്. ജനങ്ങളെ മനഃപൂർവ്വം രോഗികളാക്കി, വലിയ രോഗികളാക്കി, ചെറിയ രോഗികളെ വലിയ രോഗികളാക്കി സർജറികൾ വിൽക്കുന്നവരാണ്, അവയവമാറ്റങ്ങൾ നടത്തുന്നവരാണ്. മരിക്കേണ്ടതില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ എറണാകുളത്തെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ ലേക്ക് ഷോർ മരണത്തിൻ്റെ കളവ് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ചെറുക്കൻ്റെ അവയവങ്ങൾ കൊത്തിപ്പറിച്ച, കഴുകൻ മരിക്കുന്നവരുടെ അവയവങ്ങൾ മാത്രമേ കൊത്തിപ്പറിക്കുകയുള്ളൂ, ജീവിച്ചിരിക്കുന്നവരുടെ അവയവങ്ങൾ കൊത്തിപ്പറിച്ച് വിറ്റ് കാശാക്കിയ ലേക്ക് ഷോറിനെ കുറിച്ച് അന്വേഷണം നടത്താൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള ക്രൂരതകൾ, മരുന്ന് പരീക്ഷണങ്ങളുടെ ക്രൂരതകൾ, പുതിയ രോഗത്തിൻ്റെ പേര് പറഞ്ഞൊക്കെയായി ഏതെല്ലാം മരുന്നുകളുടെ പരീക്ഷണങ്ങളാണ്. അല്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ 42ഓളം ആശുപത്രികളിൽ രോഗികളറിയാതെ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കഥ തൃശ്ശൂരിലെ ജനനീതി എന്ന് പറഞ്ഞ സംഘടന, അതിൻ്റെ ഡയറക്ടറായ ഫാദർ ജോർജ് പുലുകുത്തിയിലെല്ലാം കൂടെ പുറത്തു കൊണ്ടുവന്നിട്ട് അവർക്കുണ്ടായ ഭീഷണികളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്.
അത് പ്രക്ഷേപണം ചെയ്ത ചാനലിന് നേരെ പോലും ഭീകരമായ ആക്രമണങ്ങളുണ്ടായി. അതുകൊണ്ട് ഈ മരുന്ന് മാഫിയയുടെ കൈപ്പിടിയിലാണ് നമ്മുടെ ആരോഗ്യരംഗം. മറ്റു ചികിത്സകളെ അവർക്ക് ദേഷ്യമാണ്. അവർ അതിനെയെല്ലാം പുച്ഛിക്കും, പരിഹസിക്കും, നിയമവിരുദ്ധമാക്കി മാറ്റിച്ച് ആ ചികിത്സകൾ ചെയ്യുന്നവരെ കെണിയിലാക്കും, ജയിലിലാക്കും. പ്രകൃതി ചികിത്സ എന്ന് കേട്ടാൽ അവർക്കപ്പോൾ ഹാലിളകും. സലിം കുമാർ മരിച്ചു. അദ്ദേഹം ഒരു പ്രകൃതി ചികിത്സയും ചെയ്തിട്ടില്ല. അദ്ദേഹം ആയുർവേദ ചികിത്സകളും പരമ്പരാഗത ചികിത്സകളുമാണ് ചെയ്തത്. പക്ഷേ എഴുതുന്നവരെല്ലാം എഴുതുന്നത് നോക്കണം, അദ്ദേഹം നാച്ചുറോപ്പതി ചികിത്സയിലായിരുന്നു. എഴുതാൻ കാശ് കിട്ടിയിട്ടുണ്ടേ. നാച്ചുറോപ്പതിയാണ് മരുന്ന് മാഫിയയ്ക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത്. അതുകൊണ്ട് എഴുതുന്നവരെല്ലാം എഴുതുന്ന അദ്ദേഹം പ്രകൃതി ചികിത്സയിലായിരുന്നു പോയത്. അദ്ദേഹം പ്രകൃതി ചികിത്സ ചെയ്തിട്ടേയില്ല. കാരണം പ്രകൃതി ചികിത്സ, ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെയും ഒരു കച്ചവടത്തിന് സ്കോപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ കോട്ടക്കലിനെയും കോയമ്പത്തൂർ ആര്യവൈദ്യശാലയെയും വൈദ്യരത്നത്തേക്കും ഏറ്റെടുക്കാനായിട്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് ഒരു സാധ്യത കിടപ്പുണ്ട്. ജനങ്ങൾ കൂടുതൽ അതിലേക്ക് പോകുന്നു എന്ന് കണ്ടാൽ അവർ അങ്ങോട്ട് കയറി നിൽക്കും. കോട്ടക്കലും വൈദ്യരത്നവും വിൽക്കാൻ തയ്യാറല്ല എങ്കിൽ അവരെ കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള വേറൊരു ആയുർവേദ കേന്ദ്രം കോർപ്പറേറ്റുകൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന് വമ്പിച്ച പരസ്യങ്ങൾ കൊടുത്ത് ജനങ്ങളെ അങ്ങോട്ട് ഒഴുക്കിക്കോളും. ഉമിക്കരി അപകടമാണെന്ന് പറഞ്ഞ്, ഫ്ലൂറൈഡ് ചേർന്ന പേസ്റ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് നമ്മളെ വിഡ്ഢികളാക്കി. ഫ്ലൂറൈഡ് തേച്ച് ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞ രോഗം ഉണ്ടായപ്പോൾ ഫ്ലൂറൈഡ് ഇല്ലാത്ത ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞു വന്നു. അത് കഴിഞ്ഞപ്പോൾ ചാർക്കോളുള്ള കരിയുള്ള ടൂത്ത് പേസ്റ്റാണ് ഞങ്ങളുടേത്, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു വരുന്ന തരത്തിലുള്ള കോർപ്പറേറ്റ് തട്ടിപ്പുകൾ നമുക്കറിയാം. അതുകൊണ്ട് ഇല്ലാത്ത രോഗങ്ങൾ അവരുണ്ടാക്കും. ആ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള ഗ്രൗണ്ട് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അയഡിൻ ഉപ്പ് നിർബന്ധമാക്കിച്ചുകൊണ്ടും സ്കൂളിലെ കുട്ടികൾക്കെല്ലാം അയൺ ഡെഫിഷ്യൻസി ഉണ്ടോ ഇല്ലയോ ഒന്നൊന്നും നോക്കാതെ അയൺ ഗുളിക കൊടുത്തുകൊണ്ടും വിരയെ കൊല്ലാൻ വിര ഗുളികകൾ ഇങ്ങനെ സ്ഥിരമായി കൊടുത്തുകൊണ്ടും, കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന വിര ഒരു ജീവിയാണ്, അതിനെ കൊല്ലുന്ന വിഷാംശം കുട്ടിയെ മാത്രം കൊല്ലത്തില്ല. അങ്ങനെയുള്ള നിരവധി കെണികൾ വെച്ചും ഫോർട്ടിഫൈഡ് റൈസ്, അരിയിൽ ഇരുമ്പും ഫോലേറ്റും ഒക്കെ കൂടെ ചേർത്ത് നമ്മുടെ ഭാവി തലമുറയുടെ മനുഷ്യരുടെ മൊത്തം കരളുകൾക്ക് കേടുപിടിക്കുന്നതിനെ കൂട്ടിയെടുക്കാൻ. കഴിക്കുന്ന എല്ലാവരുടെയും കരൾ കേടാവണമെന്നൊന്നുമില്ല, നല്ല ആരോഗ്യമുള്ളവർ പിടിച്ചു നിൽക്കും. പക്ഷേ ജന്മനാ കരളിന് വീക്ക്നെസ് ഉള്ളവർ, മദ്യം കൂടെ കഴിക്കുന്നവർ, പുകവലിക്കുന്നവർ, അല്ലാതെ കരളിന് കേടുപിടിക്കുന്നവർ, മരുന്ന് കഴിച്ച് പാരാസ്റ്റമോളെല്ലാം കഴിച്ച് കരളിന് കേടുപിടിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ അയഡിനൊപ്പം ഇരുമ്പ് ഗുളികയും ഫോർട്ടിഫൈഡ് റൈസും പിന്നെ കീടനാശിനികൾ ചേർന്നതും പ്രിസർവേറ്റീവ് ചേർന്നതും ഒക്കെ കഴിക്കാനിടയാകുമ്പോൾ അവർ തീർച്ചയായും കരൾ മാറ്റത്തിലേക്ക് പോകേണ്ടതായി വരും, കിഡ്നി മാറ്റത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കുക, നിലവിൽ രോഗിയായി എത്തുന്നവർക്ക് മഹാരോഗങ്ങളാണെന്ന് പറഞ്ഞ് പകർച്ചവ്യാധിയാണെന്ന് ചിത്രീകരിച്ച് ആരോഗ്യവകുപ്പിന് കൂടുതൽ ഫണ്ടുകൾ കിട്ടാൻ മറ്റു പലതരത്തിലുള്ള കച്ചവടങ്ങളും നടത്തിയെടുക്കാൻ ഈ മാഫിയ തന്ത്രപൂർവം പ്രവർത്തിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുള്ളത്, നിപ്പ വരുന്നത് എപ്പോഴാണ്, എവിടെ നിന്നാണ്? അതെപ്പോഴും കോഴിക്കോടിന് കുത്തകയാണ്. കോഴിക്കോടല്ലാതെ വേറെ എങ്ങനെ നിപ്പ വരില്ല. അത് കോൺട്രാക്റ്റ് അങ്ങനെയാണ് നിപ്പയുടെ ബാക്ടീരിയകൾ സൈൻ ചെയ്തിട്ടുള്ളത്. പഴന്തീനി വവ്വാലിൽ മാത്രമേ കുടികൊള്ളത്തുള്ളൂ. ഏതായാലും വവ്വാലിനെ തെരഞ്ഞു നടന്ന് എന്തെല്ലാം നാടകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഈ ബാക്ടീരിയയെ, വൈറസിനെ ഇവർ കാണുന്നില്ല. ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ അത് ഇന്ന ബാക്ടീരിയയാണ്, ഇന്ന വൈറസാണ് എന്ന കിലിക്ക് കുത്ത്, കറക്കി കുത്താണ് ഇവർ നടത്തുന്നത്. ആൻറ്റിബോഡി വിഷാംശങ്ങൾക്കെതിരെയും വരും.
അതവർ മറച്ചു വെക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. റംബുട്ടാനും മാംഗോസ്റ്റീനും ഡ്രാഗൺ ഫ്രൂട്ടുമെല്ലാം വിളയുന്ന കാലത്താണ് കോഴിക്കോട് നിപ്പ ഉണ്ടാവുന്നത്. അത് പ്രത്യേകം നിപ്പ ഡോക്ടർ അവിടെ ഉണ്ട്. ആ നിപ്പ ഡോക്ടറിൽ നിന്നാണ് ഇതുവരെ നിപ്പ പടരുന്നത്. വരുന്ന സമയത്ത് നിപ്പയാണെന്നൊന്നും ആർക്കും അറിയില്ല. നേരെ കോമാളി വേഷമൊന്നുമില്ലാതെ കൈകാര്യം ചെയ്തിട്ടും ഈ ഡോക്ടർക്ക് മാത്രം നിപ്പ വരുന്നില്ല. ആ ആശുപത്രിയിൽ ആർക്കും വരുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടാൽ അവിടെ പിന്നെ കാണുന്നവർക്കൊക്കെ പകരും. നഴ്സിൽ ഇനി മരിച്ചില്ലേ? അത് കൃത്യമായി പാരാസിറ്റമോൾ പോയിസണിങ് കൊണ്ടുള്ള മരണമാണെന്ന് അവരുടെ കഥ വായിച്ച എനിക്ക് വ്യക്തമാണ്. കാരണം അവർക്ക് പനി പിടിച്ചു. പനി പിടിച്ചിട്ടും ലീവ് എടുക്കാൻ പറ്റിയില്ല. ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നിർബന്ധിതമായി. നമ്മുടെ നാട്ടിലെ നഴ്സുമാരെല്ലാം പനി പിടിച്ചാൽ ഉടനെ പാരാസിറ്റമോൾ എടുത്ത് കഴിക്കും. എന്നിട്ടും മാനാതെ പിന്നെയും ജോലി ചെയ്യേണ്ടി വരുമ്പോൾ പാരാസിറ്റമോൾ കൂടുതലെടുത്ത് കഴിക്കും. അങ്ങനെ പാരാസിറ്റമോൾ പോയിസണിങ്ങിലാണ് അവർ മരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷെ പേര് നിപ്പ രോഗിയെ ശുശ്രൂഷിച്ചതിൻ്റെ പേരിൽ മരിച്ച മാലാഖ എന്നായി. അവരെ ഗ്ലോറിഫൈ ചെയ്യാൻ മരുന്ന് മാഫിയ മുന്നിൽ നിൽക്കും. വേറെ ചിലർക്ക് അവാർഡൊക്കെ കൊടുത്തതുപോലെ വിദേശത്തുകൊണ്ട് അവാർഡൊക്കെ കൊടുത്തു എന്ന് നമ്മൾ കേട്ടല്ലോ. ഇതെന്തുകൊണ്ടാണ് ഈ സമയത്ത് കർഷകന് സ്പോട്ടിൽ 1 കിലോയ്ക്ക് 150 രൂപ കിട്ടിയിരുന്ന റംബുട്ടാന് നേരെ 40 രൂപയായിട്ട് വില കുറയും? അതേപോലെ ജനങ്ങളിത് വാങ്ങാനും കഴിക്കാനും ഭയക്കും. പക്ഷെ കയറ്റുമതി നന്നായിട്ട് നടക്കുകയും ചെയ്യും. എപ്പോഴാണ് കുട്ടനാട്ടിലെ താറാവുകളെ കൂട്ടത്തോടെ കൊല്ലേണ്ടതായിട്ട് വരിക? പക്ഷിപ്പനി പിടിക്കുന്നതാണ്. എപ്പോഴാണോ താറാവ് കൃഷി അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുന്നത്, തൊട്ടു മുമ്പ് അവിടെ പക്ഷിപ്പനി പിടിക്കും. താറാവുകളെ ജീവനോടെ കുഴിച്ചു മൂടും. നാമക്കല്ലിൽ ഒരു പക്ഷിപ്പനിയും വരില്ല. തമിഴ്നാട്ടിലെ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിലും ഒരു കുഴപ്പമുണ്ടാവില്ല. കുട്ടനാട്ടിലെ താറാവിന് മാത്രം. എന്നാൽ കുട്ടനാട്ടിൽ വേറെ ഏതെല്ലാം പക്ഷികളുണ്ട്, അവയ്ക്കൊന്നും ഒരു കുഴപ്പവും പറ്റില്ല. ദേശാടന പക്ഷികൾ വന്നു പോകുന്നുണ്ട്, അവയ്ക്കും കുഴപ്പം വരില്ല. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞങ്ങൾ ബലമായി സംശയിക്കുന്നുണ്ട് മരുന്ന് മാഫിയ. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മനസ്സിലൊന്ന് വയ്ക്കണം. പറ്റുമെങ്കിൽ ഇതിനെക്കുറിച്ച് ഗൗരവതരമായ ഒരന്വേഷണം, അത് റിട്ടയർ ചെയ്ത സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷണം. ഇതൊരു രാജ്യദ്രോഹമാണ്, കർഷകദ്രോഹമാണ്. ഇനി ആരോഗ്യമന്ത്രി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മരുന്ന് കൊണ്ടോ വാക്സിൻ കൊണ്ടോ രക്ഷിക്കാൻ കഴിയുന്നതല്ല പൊതുജന ആരോഗ്യം. കുറേ നുണയുടെ വാക്സിൻ സകലരെ കൊണ്ടും ആരോഗ്യവകുപ്പ് നിർബന്ധപൂർവം എടുപ്പിച്ച് എത്രയോ പേര് കുഴഞ്ഞു വീണ് മരിച്ചു. എത്രയോ പേർക്ക് നീളൻ ഹാർട്ട് ബ്ലോക്കുകൾ ഉണ്ടായി. കുറേ നുണയുടെ വാക്സിൻ എടുക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ബ്ലോക്ക് 2 or 3 ആയിട്ടാണ് ആളുകൾ വന്നിരുന്നത്. ഇതങ്ങ് കഴിഞ്ഞതോടെ വളരെ നീണ്ട ബ്ലോക്കുകൾ 5 or 8 ബ്ലോക്കുകളായിട്ടാണ് ആളുകൾ വരുന്നത്. ഒരു പ്രാവശ്യം ബ്ലോക്കിന് ചികിത്സ കഴിഞ്ഞാൽ സ്റ്റെൻഡ് ഇടണമെങ്കിൽ സ്റ്റെൻഡ് ഇട്ട് ബൈപ്പാസ് കഴിഞ്ഞാൽ വർഷങ്ങൾ കുഴപ്പമില്ലാതെ പോയിരുന്നു മനുഷ്യർ. ഇപ്പം അതൊന്നുമല്ല, അടുത്ത കൊല്ലം തന്നെ വീണ്ടും അടുത്ത ബ്ലോക്കുകളുമായിട്ട് വരികയാണ്. സ്ട്രോക്കുമൊക്കെ എല്ലാ രോഗങ്ങളും ഇരട്ടിച്ചിരിക്കുന്നു. അജ്ഞാത രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കുട്ടികളിൽ ഷിഗല്ല വ്യാപകമാകുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഞാൻ അറിഞ്ഞു വളരെ നല്ല സത്യസന്ധനായ ഒരു ഡോക്ടറെ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറെ അങ്ങയുടെ വലം കൈയാക്കിയിട്ടുണ്ടെന്ന്. വളരെ നല്ല കാര്യമാണ്. കൈക്കൂലി വാങ്ങാത്ത, അതുപോലെ ആരോഗ്യവകുപ്പ് ഞങ്ങൾ നടത്തുന്നൊരു പ്രചരണം ഏറ്റെടുക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മിഠായി, പഞ്ചസാര ചേർന്നത്, മൈദ, വനസ്പതി, വറുത്തത്, മൊരിച്ചത്,
അങ്ങനെയുള്ള വസ്തുക്കൾക്കെതിരായ പ്രചരണം ആരോഗ്യവകുപ്പ് നടത്തണം. ജനങ്ങൾ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം, അത് അവരുടെ തലവിധി. മദ്യത്തിനെതിരെ ശക്തമായ പ്രചരണം ആരോഗ്യവകുപ്പ് നടത്തണം. മദ്യം ക്യാൻസറിന് കാരണമെന്ന് അമേരിക്കൻ സർജൻ ജനറൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റിലുള്ള സാധനങ്ങൾ ആരോഗ്യമന്ത്രി ഒന്ന് ചെക്ക് ചെയ്യണം. ആ വസ്തുക്കളെല്ലാം ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്തം കൂടെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും DMOമാർക്കും ഡോക്ടർമാർക്കും ഉണ്ട് എന്ന് പറയാനും അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കാനും സാധിക്കണം. ചുമ്മാ മരുന്ന് വിതരണമല്ല, രോഗമില്ലാതെ ജീവിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്. ഈ ഷിഗല്ലയായാലും നിപ്പയായാലും ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനിയുടെ അണുക്കളെന്നൊക്കെ പറയുമ്പോൾ ഈ അണുക്കൾ എങ്ങനെ ശരീരത്തിൽ കയറി രോഗം ഉണ്ടാക്കുന്നു? അതിനെങ്ങനെ സാധിക്കുന്നു? ഒരു മനുഷ്യൻ്റെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റിയുടെ, രോഗപ്രതിരോധത്തിൻ്റെ ബാക്ടീരിയകൾ അടുക്കാനിടയായാൽ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ, അതിനെ ശാപ്പിടാൻ എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധ കോശങ്ങളാണ് ഒരു ശരീരത്തിലുള്ളത്. T follicular helper cells, NKT cells, invariant, natural killer cells. ആ പേര് തന്നെ, നാച്ചുറൽ കില്ലർ സെൽസ്, ഹെൽപ്പർ ആൻഡ് സൈറ്റോടോക്സിക് T cells, ഈസ്നോഫിൽസ്. പലരുടെയും പേര് വിചാരം ഈസ്നോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അപകടം ഉണ്ടാക്കുന്ന രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെയായി എന്തെല്ലാം സംവിധാനങ്ങളാണ് ഈ മനുഷ്യ ശരീരത്തിലുള്ളത്. വലിയ പ്രതീക്ഷയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരനിൽ ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ നിപ്പയെ, ഷിഗല്ലയെല്ലാം അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന രീതി ഒറ്റയടിക്ക് അദ്ദേഹത്തിനും എല്ലാം മാറ്റിമറിച്ചിടാൻ പറ്റില്ല എന്നറിയാം. കാരണം അദ്ദേഹത്തെ കോർണർ ചെയ്ത് ഉണ്ടാകുന്ന ഏതെങ്കിലും ആശുപത്രിയിൽ ഡോക്ടർമാർ മനഃപൂർവ്വം കൊല്ലുന്ന രോഗങ്ങൾക്ക് പോലും ആരോഗ്യമന്ത്രിയെ ഉത്തരവാദിയാക്കി ചിത്രീകരിക്കാനുള്ള മീഡിയ മാഫിയ ഇപ്പുറത്ത് ജാഗ്രതയോടെ നിൽക്കുമ്പോൾ, തക്കം പാർത്ത് നിൽക്കുമ്പോൾ മുഴുവൻ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ നീതിപൂർവമായ ഒരു നീക്കം അദ്ദേഹത്തിൽ നിന്നുണ്ടാവണം. അടിയന്തരമായി വേണ്ടത് മെഡിക്കൽ ഓഡിറ്റിംഗ് നടത്തണം. അത് അലോപ്പതിയിലും ആയുർവേദത്തിലും ഹോമിയോയിലും സിദ്ധയിലും യുനാനിയിലും പ്രകൃതി ചികിത്സയിലും ഒരു ഓഡിറ്റിംഗ്. ഏത് ചികിത്സയാണ് ഏറ്റവും കൂടുതൽ മെച്ചം, കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടുതൽ മെച്ചം, അല്ല ഏറ്റവും കൂടിയ ചെലവിലാണെങ്കിൽ പോലും മെച്ചം കിട്ടുന്നുണ്ടോ? എവിടെയാണ് യഥാർത്ഥത്തിൽ ഫലപ്രദമായ രോഗം മാറ്റുന്നതിനോടൊപ്പം ആരോഗ്യം ഉറപ്പുവരുത്തുന്ന ചികിത്സ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, ലോകത്തോട് വിളംബരം ചെയ്യാനുള്ള ഒരു സ്വതന്ത്ര പഠനം അതിനുകൂടെ ആരോഗ്യമന്ത്രി തയ്യാറായാൽ കേരളം എക്കാലവും നന്ദിയോടെ സന്തോഷത്തോടെ സ്മരിക്കുന്ന ഒരാരോഗ്യമന്ത്രിയായി അങ്ങേക്ക് മാറാൻ സാധിക്കും. ഞാനിതുവരെ അങ്ങയെ കണ്ടിട്ടില്ല. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പത്രങ്ങളിലുമൊക്കെ കാണുന്നതല്ലാതെ എനിക്ക് അങ്ങയുമായി യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. ഏതായാലും അങ്ങയുടെ പ്രവർത്തികളെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന ഒരെളിയ ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെയും അങ്ങ് വിമർശിക്കണം, നടപടികൾ എടുക്കണം. നന്ദി, നമസ്കാരം.